നമ്മളിന്ന് അബ്രഹാമിന്റെ പക്ഷെ നമ്മൾ ഉൽപ്പത്തി മുതൽ പഠിപ്പിച്ചിരുന്നതാണ്. ഉൽപ്പത്തി മുതൽ നോഹയുടെ കാലം വരെ നമ്മൾ പഠിച്ചു. തുടർന്ന് അബ്രഹാം ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എല്ലാം ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിൽ നിന്നാണ് രണ്ട് വംശങ്ങൾ ഉടലെടുക്കുന്നത്. അവരുടെ രണ്ട് മക്കൾ തമ്മിലാണ് ഈ പോരിവിടെ നടക്കുന്നത്. അത് കർത്താവിന്റെ വരവിന് മുൻപായിട്ട് നടക്കേണ്ടതാണ്. ബൈബിൾ അവയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരമ്പരയാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. അതിന് അബ്രഹാം എന്നതാണ്. അത് നമുക്ക് വചനം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കണ്ണടക്കം പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗത്ത് പണ്ടേ സ്ഥിരമായ ദൈവത്തിന്റെ വചനം കാലഗതികൾക്കനുസരിച്ച് സംഭവിച്ചു. ഇന്ന് മറ്റൊരു കാലഗതിയിൽ നാം ഇന്ന് തിരുവചനത്തിൽ എടുക്കുമ്പോൾ, കർത്താവ് ഈ ദൈവവചനം എഴുതിയിട്ട് വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇത് എഴുതുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശമുണ്ട്. എന്താ, ഏതാ, എങ്ങനെയാ, എപ്പോഴാണ് എന്നൊക്കെ കർത്താവ് ഇത് നാം അറിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് നമുക്ക് അതിന്റെ ആത്മീക മർമ്മങ്ങളെ, സത്യങ്ങളെ വെളിപ്പെടുത്തി തരണമേ. നൂറുകണക്കിന് പ്രാവശ്യം നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിലായിക്കൊണ്ട് വായിക്കേണ്ടതാകുന്നു. ഇല്ലെങ്കിൽ ഷണ്ടൻ വായിച്ചതുപോലെ ഇരിക്കും, ഒന്നും ഗ്രഹിക്കുകയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് എന്തോ അത് തന്നെ ഗ്രഹിച്ചു പോകും. എന്നാൽ പരിശുദ്ധാത്മാവിലായിക്കൊണ്ട് നമ്മെ ഓരോരുത്തരും അവിടെ സഹായിക്കണമേ കർത്താവേ. അവർ ആത്മാവിൽ ദാഹിക്കുന്ന അളവിനനുസരിച്ച് അവർക്ക് പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവെ അങ്ങ് നാവിലൂടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധി അബലമാകട്ടെ കർത്താവെ. ബുദ്ധിയിലുള്ള ഒരു പഠിപ്പിക്കലുമല്ല, ഒരു മനസ്സിലാക്കലുകളുമല്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ നമുക്ക് ഗ്രഹിക്കാനുള്ളത്. അത് ഗ്രഹിച്ച് ആത്മാവിന്റെ ഫലം കായ്ക്കുവാനും ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീക സത്യങ്ങളോട് വെളിപ്പെടുത്തി തരുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ഈ ചാർട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ഇവിടെ നോഹയുടെ കാലം വരെ നമ്മൾ പഠിച്ചു. നോഹയുടെ കാലത്ത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യവതികൾ എന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ വിവാഹം കഴിച്ചു. അങ്ങനെ ദൈവം ലോകത്തെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചു. സകല ചരാചരങ്ങളെയും കൊന്നു കഴിഞ്ഞു. നമ്മൾ അത് കണ്ടതാണ്. അതിനുശേഷം നോഹയുടെ കാലശേഷം നോഹയുടെ മകൻ ഹാം, ഹാമിന്റെ മകൻ കൂശ്, കൂശിന്റെ മകൻ നിമ്രോദ് വഴിയായിട്ട് ഉൽപ്പത്തി 11-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ജനം. നമ്മൾ അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ തന്നെ കായീന്റെ വംശപരമ്പര പറഞ്ഞു, കായീനെ കൊല്ലാതിരിക്കാനായി ഒരു അടയാളം വയ്ക്കാം എന്ന് പറഞ്ഞു. ലോകം മുഴുവനും പറയുന്നത് കായീൻ നോഹയുടെ കാലത്തോടുകൂടി കായീന്റെ വംശപരമ്പര തീർന്നു എന്നാണ്. എന്നാൽ നമ്മളിവിടെ പഠിച്ചു അങ്ങനെയല്ല. കർത്താവ് ഉദ്ദേശിച്ചത് അവന്റെ സ്വഭാവം, ആ ജീൻ കൈമാറി വരണം. ലോക അവസാനം വരെയും ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നവൻ, അല്ലെങ്കിൽ മറുതലിക്കുന്നവനോ, അത് അങ്ങനെ തന്നെ തെറ്റായി പഠിപ്പിക്കുന്നവനോ, അല്ല വിശ്വാസി എന്ന നിരൂപണത്തിൽ ഇരിക്കുന്നവനോ, അങ്ങനെയൊക്കെയും എപ്പോഴും കൂടെ ഉണ്ടാകണം. അതിന് നോഹയുടെ മക്കളിൽ 3 മക്കളുണ്ടായിരുന്നു. 3 മക്കളിൽ ഒരുവൻ വിവാഹം കഴിച്ചത് കായീന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ആ ജീൻ കൈമാറി വന്നു. നോഹയുടെ ഒരു മകൻ ഹാം വിവാഹം കഴിച്ചത് ഒരു അവിശ്വാസിയായ കായീന്റെ വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതിലൂടെയാണ് നിമ്രോദ് വരുന്നത്. ഹാമിന്റെ മകൻ കൂശ്, കൂശിന്റെ മകൻ നിമ്രോദ് വഴിയാണ്. ഇന്ന് ആ പാപം സകലവരിലും വ്യാപരിച്ചിട്ടുണ്ട്. എവിടെ? യഹൂദന്മാരിൽ വരെ വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കർത്താവേ, നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പാപം എന്റെ മേൽ കിടക്കുന്നു. കണ്ടോ, പാപം അങ്ങനെ അവന്റെ ഉള്ളിൽ വന്നു. അതാണ് എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ലോകത്തെ സകല മനുഷ്യരിലും വ്യാപരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദൈവഹിതപ്രകാരം നോഹയെ വഴി നടത്തി നോഹയുടെ കാലശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം നൽകിക്കൊണ്ട് ദൈവത്തിന് ഒരു ജനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം നൽകുന്നുണ്ട്. വാഗ്ദത്തം നൽകി ആ വചനപ്രകാരം നാം സാധാരണ മനുഷ്യർ പോകുന്ന ഒരിടമാണ് ഈ താഴേറ്റത്ത് ഉള്ള ലൈൻ. ഭൂമിയിൽ ജനിക്കുന്ന സാധാരണ മനുഷ്യർ, ഇവരുടെ ഇടയിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്. ഇത് മുകളിലേക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്ന വെച്ചാൽ
ദൈവജനം എപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ ലോകത്ത് തന്നെ ആയിരിക്കാം. എന്നാൽ ദൈവം വിളിച്ചു ചേർത്ത ജനം ജീവിക്കുവാനുള്ളത് ഈ ലോകത്ത് താഴ്ന്ന രാജ്യത്തെ ജനം ജീവിക്കുന്ന പ്രകാരം, താഴ്ന്ന രാജ്യത്തിന്റെ നിയമപ്രകാരം അല്ല, ഈ ഉയർന്ന രാജ്യത്തിലേക്ക്. ഉയർന്ന രാജ്യം മുകളിലാണ്. ഉയർന്ന രാജ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് താഴ്ന്ന രാജ്യത്ത് നിന്ന് ദൈവം ഇവിടെ വിളിച്ച് കുറച്ച് നിയമങ്ങൾ തന്നിരിക്കുന്നു, കൽപ്പനകൾ തന്നിരിക്കുന്നു. ഇത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? ഉയർന്ന രാജ്യത്തിന്റെ നിയമം ഈ താഴ്ന്ന ഈ രാജ്യത്ത് നാം നിൽക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. എന്താ വചനം പറഞ്ഞത്? ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. അപ്പോ ഇവരുടെ ഇടയിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മളും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഏറ്റവും താഴെ തന്നെയാണ്. പക്ഷേ ആത്മാവ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക തലം എന്ന് പറയുന്നത് ഈ ലോക മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല, അവരുടെ പ്രതികരണം പോലെയോ ആ തരത്തിലല്ല വിളിച്ചിരിക്കുന്നത്. നമ്മെ ഉയർന്ന രാജ്യത്തിന്റെ നിയമപ്രകാരം ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടരാണ് നമ്മൾ. അങ്ങനെ ദൈവം അബ്രഹാമിനെ വിളിച്ചു വാഗ്ദത്തം നൽകുന്നു. ആ വാഗ്ദത്തം വഴി നടത്തുന്ന കാര്യമാണ് തുടക്കത്തിൽ എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ നമ്മൾ വായിച്ചു, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ബോധ്യമാക്കി ഉറപ്പ് വരുത്തിയിട്ടല്ല ദൈവം വിളിക്കുന്നത്. ദൈവജനം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആത്മാവിലാണ്, ബുദ്ധിയിലല്ല. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് അബ്രഹാമിന്റെ വിളിയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അബ്രഹാമിന്റെ വിളി പ്രവാചകനുള്ള വിളിയാണ്. പ്രവാചകന്മാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആത്മാവിലാണ്, സീനായി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ലോകത്തുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കുന്നവനല്ല വിശ്വാസി. ദൈവം നമ്മെ വിളിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ വാഗ്ദത്തം ചെയ്തു, പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ആ ദേശം എങ്ങനെയുള്ളതായിരിക്കും? അവിടെ പോയാൽ, അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നൽകി വാഗ്ദത്തം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചാൽ എന്ത് നൽകും അല്ലെങ്കിൽ എന്ത് ലഭിക്കും എന്ന കാഴ്ച മുൻകൂട്ടിയല്ല, കർത്താവ് പറയുന്ന ആ സമയത്ത് തന്നെ ഗ്രഹിക്കാൻ, കാഴ്ച കാണാൻ കഴിവുള്ളവനാണ് പ്രവാചകന്മാർ. അവരാണ്, അവരുടെ അതേ കാഴ്ച ഉള്ളവരാണ് വിശ്വാസി. അതാണ് അവർ പറയാം. അങ്ങനെ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അവിടെ ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചാണ്, അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. അബ്രഹാം കൂടെ ഒരു ചോദ്യവും ചോദിച്ചില്ല. അപ്പോ അബ്രഹാം വിശ്വാസികൾക്ക് പിതാവ് എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. നമ്മളത് പഠിപ്പിച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചു പോകണം. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്ന രീതി ഓരോന്നും മനസ്സിലാക്കിയാൽ സഭാപ്രസംഗി 1:9 പ്രകാരം സൂര്യന് കീഴിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം മനുഷ്യരോട് ഇടപെടുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിലാണ്. നമ്മൾ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അത് കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ശ്രദ്ധിക്കുക, ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന സമയത്ത് വാഗ്ദത്തം കൊടുക്കേണ്ടത്, വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വാഗ്ദത്തം നൽകേണ്ടത്. വാഗ്ദത്തം നമുക്ക് 2-ാമത്തെ വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അബ്രഹാമിന് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ, നിയമങ്ങൾ, കൽപ്പനകൾ എന്നുണ്ടോ അതിന്റെ കീഴിൽ നമ്മൾ നിന്നുകൊണ്ട് അതെല്ലാം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചാൽ അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇത് വിശ്വസിക്കുന്നവർക്കും ദൈവം നൽകും. ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇണവചനം നമുക്ക് പുതിയ നിയമസഭയിൽ വചനത്തിലുണ്ട്. ഗലാത്യർ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ പറയുന്നത്, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൽ. ലോകസഭകൾ പഠിപ്പിക്കുന്നത് പോലെയല്ല, ഞാൻ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി മനസ്സിലാക്കി പോകണം.
നമ്മളും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന അറിവിൽ. നമ്മൾ വിശ്വാസികൾ, നമ്മളെല്ലാം വിശ്വാസികളാണ്. ലോകക്കാരും പറയും നമ്മളെല്ലാം വിശ്വാസിയാണെന്ന്. പക്ഷെ വിശ്വാസി എന്നതിന്റെ ഒരു തലമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഞാൻ വിശ്വാസിയാണെന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താം, കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താം, ലോകക്കാരൻ ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ ദൈവം എന്നെ വിശ്വാസി എന്ന് കാണണമെങ്കിൽ ദൈവത്തിനൊരു മാനദണ്ഡമുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാൽ സഭാ പുരോഹിതൻ സഭയിൽ പഠിപ്പിക്കും, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നമ്മളെ ദൈവം അത് ഗ്രഹിപ്പിക്കും. അപ്പോൾ ഇവിടെ വിശ്വാസികൾ അത്രേ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസി? കാണാൻ ഈ ലോകത്തിന്റെ കണ്ണുകൊണ്ടോ ഈ ലോകത്തിന്റെ ബുദ്ധി കൊണ്ടോ കാണാനോ കേൾക്കാനോ കഴിയാത്ത തരത്തിൽ ദൈവം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളെ അതിന്റെ പൂർണ്ണതായ ആത്മീക തലത്തിൽ കാണാൻ കഴിവുള്ള ആത്മക്കണ്ണുള്ളവനാണ് വിശ്വാസി. വെറുതെ ബൈബിൾ എടുക്കുന്നവനോ വായിക്കുന്നവനോ ഞാൻ വിശ്വാസിയെന്നോ അല്ലെങ്കിൽ എന്റെ പുരോഹിതൻ വിശ്വാസിയെന്നോ ലോകം നമ്മളെ വിശ്വാസിയെന്നോ പറയുന്നവനല്ല. ദൈവം നമ്മെ വിശ്വാസിയെന്ന് കണക്കിടണമെങ്കിൽ ദൈവം ഇപ്പൊ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ നിന്നെ വലിയവനാക്കും, നിന്റെ പേര് വലുതാക്കും, ഒരു വാഗ്ദത്തം ദേശം തരും. ഇത് കാണുമ്പോൾ അബ്രഹാം ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ദൈവം അത് നൽകുവാൻ വിശ്വസ്തനാണെന്നും അത് ലഭിക്കുമെന്നും അത് സമൃദ്ധിയുള്ളതായിരിക്കും അവിടെ ഒരു ചോദ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത തരത്തിൽ അബ്രഹാം അത് കാഴ്ചയായി കാണുകയാണ് ആ ദേശത്തെ. അപ്പോൾ പിന്നെ ഇറങ്ങി പുറപ്പെടും. ഇത് കാണാൻ കഴിയാത്ത നമ്മൾക്കാണ് സംശയങ്ങളും ചോദ്യങ്ങളും. എങ്ങനെയായിരിക്കും, ശരിയാണോ എന്നൊക്കെ ഉണ്ടാവണം. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം ജാതികൾക്ക് വരേണ്ടത് വെച്ചാൽ അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കെന്നാണ് ബൈബിൾ പറയുന്നത്, വായിക്കുന്നവർക്കല്ല, മനസ്സിലാക്കുന്നവർക്കല്ല. ഇതുപോലെ ദൈവത്തിന്റെ വചനങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കാൻ കാണേണ്ടതിനെ കാണാൻ കഴിയുന്നവനാൽ മാത്രമാണ് ദൈവം കണക്കിടുന്ന വിശ്വാസി. നോക്കൂ, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. നമ്മളെല്ലാം വിശ്വാസം സംബന്ധിച്ച് അബ്രഹാമിന്റെ മക്കളാണ് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷെ അബ്രഹാം കണ്ടതുപോലെ നമ്മളൊരു കാഴ്ച കാണുന്നുണ്ടോ? അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം എന്നോട് എന്തെങ്കിലും കൽപ്പനകളോ നിയമങ്ങളോ ചട്ടങ്ങളോ വാഗ്ദത്തങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അനുസരിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വ്യക്തമായി, ഇത് ഇപ്പൊ അബ്രഹാം ചോദ്യം ചെയ്യാത്തതുപോലെ ചോദ്യം ചെയ്യാത്ത തരത്തിൽ അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതെന്താകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് ആ ലെവലിൽ എത്തിക്കുവാൻ ദൈവം സർവശക്തൻ, ഞാൻ സ്വയം നിന്നാ മതി എന്ന പൂർണ്ണതോതിൽ വിശ്വസിച്ചിട്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ, വിശ്വസിച്ചിട്ട് അത് എന്നിൽ അപ്ലൈ ചെയ്യണം. ആ വചനം ഞാനാകണം. ആ വചനം എന്നിൽ വേണം. സംശയലേശമന്യേ ആ വചനം എന്നിലായി ഞാൻ ജീവിച്ചാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ എന്നിലാകും. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞാൽ, ദൈവം നമ്മോട് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം ക്ലിയർ ആയിട്ട് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്ത് ജീവിച്ചാൽ ആ വചനം എന്നിലുണ്ടാകും. വചനം എന്നിലുണ്ടെങ്കിൽ അത് ക്രിയ ചെയ്യും. എങ്കിൽ മാത്രമേ ഞാൻ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം ചെയ്തു തരികയുള്ളൂ. ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വിശ്വസ്തയോടെ ചെയ്താൽ ഞാൻ പറയുന്ന കാര്യം ദൈവം ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബൈബിളിന്റെ തത്വം, ദൈവം വിളിച്ചിരിക്കുന്ന തത്വം. ഞാനതിനെ അനുസരിക്കാതെ നിന്നിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ പഴിചാരാൻ പറ്റില്ല, ആരെയും പഴിചാരാൻ പറ്റില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ. ഓക്കെ, അപ്പോൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യതയിലേക്ക്. നമ്മൾ പറഞ്ഞ ഏലിയാവിന്റെ കാര്യം പറഞ്ഞു. കെരീത് തോട്ടിലിരുന്നപ്പോ ഏലിയാവ് ഭയപ്പെടാത്തെന്താ? വെള്ളം വറ്റിപ്പോയി, ആഹാരമില്ല. അവൻ എന്താ ഭയപ്പെടാത്തത്? വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കെരീത് തോട്ടിൽ വെള്ളം വറ്റിയാലും അല്ലെങ്കിൽ അവനെ അനേകം പേർ ഉപദ്രവിച്ച് കൊല്ലാൻ വന്നിരുന്നാലും അവൻ ഭയക്കാതെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, രാജാവെ അങ്ങ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതാ. ഇവന്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനം അവൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് പിന്നത്തേതിൽ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അവൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളവൻ ഈ ലോകത്തുള്ള ചെറിയ പ്രശ്നങ്ങളിൽ കുടുങ്ങി പോവുകയില്ല, ഭയമില്ല. അത് അവരിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞാലും ഞാൻ മുന്നമേ ക്രിസ്തുവിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടുവെങ്കിൽ ഈ ലോകത്തെ എങ്ങനെയൊക്കെ ആരെന്നെ ഉപദ്രവിച്ചാലും എന്തു തന്നെ ഇപ്പൊ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴി തൂച്ചി നിന്ന പരിഹാസം എല്ലാം ഉണ്ട്. ആരൊക്കെ പഴിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും ദൈവത്തിന്റെ വചനത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമെങ്കിൽ നിത്യതയിലുണ്ട്. ആ കാഴ്ച ഞാൻ കാണുന്നുവെങ്കിൽ ഇവിടെ ഭയപ്പെടില്ല.
ഓക്കെ, അപ്പൊ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം നാം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചാൽ നാം ദൈവത്തിന്റെ മക്കളാണ്. അത് ആത്മാവ് തന്നെ വേണ്ടെന്ന് പറയുന്നുണ്ട്, നോക്കുക. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്. ഓരോ വചനവും ശ്രദ്ധയോടെ നോക്കുക. നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഗലാത്യ ലേഖനം 3:8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം അബ്രഹാമിനോട് പറഞ്ഞപ്പോഴുള്ള കാര്യമാണ്. അത് അവിടെ നോക്കൂ. നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കേട്ടോ, ഈ ഒരു വാക്യത്തെ പുതിയ നിയമസഭയിൽ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്, അങ്ങനെയെങ്കിൽ അബ്രഹാമിന് നൽകിയിരിക്കുന്നത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ തൊട്ട് മുമ്പ് പറഞ്ഞെന്താണ്? നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. കുഞ്ഞുങ്ങളുടെ വാഗ്ദത്തം ഇതാണ്. എന്നാൽ നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിന്റെ ഇണവചനാണ് ഗലാത്യ ലേഖനം പറയുന്നു. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ആര് മാത്രം? വിശ്വാസികൾ മാത്രം. ആരാണ് വിശ്വാസി? ദൈവത്തിന്റെ വചനം പൂർണ്ണമായ തരത്തിൽ എടുത്ത് വിശ്വസിച്ച് അതിന് മുൻ കണ്ടിട്ട് അതനുസരിക്കുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ഓക്കെ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അല്ലോ ഉള്ളത്. അബ്രഹാമിന്റെ അനുഗ്രഹം ശ്രദ്ധിക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ദൈവം വാഗ്ദത്തം നൽകി, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടുന്ന ജാതികൾ അല്ല, ആ അബ്രഹാമിന്റെ മക്കൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം ഒരിക്കലും ഈ താഴ്ന്ന ദേശത്തുള്ള, അതായത് അബ്രഹാമിന്റെ മക്കളല്ലാത്ത ആർക്കുമില്ല. പഴയ നിയമകാലത്ത് അതാണ് വാഗ്ദത്തം. അപ്പോൾ ഇവിടെ അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന അനുഗ്രഹം ഇന്നിപ്പോൾ നമ്മൾ അനേക സഭകൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ എടുത്ത് പറയുന്നത്. ഇന്നും പുതിയ നിയമസഭയിലെ വചനം പഠിപ്പിക്കുന്ന അനേകം പേർ പറയുന്നു ഇതെല്ലാം അബ്രഹാമിനോട് പറഞ്ഞതാണ്, യഹൂദനെ സംബന്ധിച്ചുള്ളതാണ്, അത് നമുക്ക് ബാധകമല്ല എന്ന്. അങ്ങനെ അല്ല അവിടെ പറയുന്നത്. ഗലാത്യർ 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. ഇതാരും വിശ്വസിക്കുന്നുമില്ല, അങ്ങനെ പ്രമാണിച്ചനുസരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും കുറച്ച് ഡീപ്പായിട്ട് പഠിപ്പിക്കുകയാണ്. ആരോടെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പോയി പറയുക, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് അത് അയച്ചു കൊടുക്കുക. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള അനേകർ പറയുന്നു ഇത് അബ്രഹാമിന് അവന്റെ സന്തതിക്കുള്ള നമുക്കുള്ള അല്ലാന്ന്. പക്ഷെ നമുക്കുള്ളതാണ്. പഴയ നിയമകാലത്ത് ഇവർക്ക് മാത്രമുള്ളത്. എന്നാൽ തുടർന്ന് പഠിപ്പിക്കാം. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ലോകത്തുള്ള മറ്റ് വംശക്കാർക്കും ചിലർ അനുസരിച്ച് എങ്ങനെ അവരാണ് യഹൂദ മതാനുസാരികൾ. യഹൂദന്മാർക്ക് കൊടുത്ത വാഗ്ദത്തത്തിന് അവകാശി ഇവരുമാകും. എങ്ങനെ? അവർക്ക് ദൈവം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചാൽ ഇവരൊരു കൂട്ടർ യഹൂദ മതാനുസാരികൾ. യഹൂദന്മാർക്ക് കൊടുത്തതിന് അതിന്റെ മതത്തിന്റെ അനുസാരികൾ എന്ന് കണ്ടിട്ട് ചിലർക്ക് കൊടുക്കുന്നു. അതിന് ഉദാഹരണമാണ് യേശു വന്നപ്പോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ അത്രേ വന്നത്, ജാതികൾക്കല്ല. എന്നാൽ കർത്താവ് അവിടെ നൽകുകയാണ്. എന്താണ്? വരാൻ പോകുന്നതിനൊരു മാതൃകയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ അവരെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ മർമ്മം ഗലാത്യർ 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വരണമെങ്കിൽ ഒരുവൻ ക്രിസ്തേശുവിൽ ആകണം. എങ്ങനെയാണ് ക്രിസ്തേശുവിലാവുന്നത്? നമ്മളെല്ലാം ഓരോ സഭകളിലായിരുന്നു, പെന്തക്കോസ്തിലുള്ളവരുണ്ടായിരുന്നു, വിവിധ സഭകളിലുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മളായിരുന്ന സഭ വിടാനുള്ള കാരണം ഈ സഭകളൊന്നും ക്രിസ്തേശുവിലായതല്ല.
ആണ് എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ വചനവുമായി വരണം, അല്ല എന്ന് വചനപ്രകാരം തെളിയിക്കാം. ഒരുവൻ ക്രിസ്തുവിലാകണമെങ്കിൽ യേശു വ്യക്തമായി പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവിൻ. അപ്പൊ യേശു ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ യേശു വിശുദ്ധനാകയാൽ ഞാൻ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, എന്റെ പാപം മോചിച്ചിരിക്കണം. നമ്മളായിരുന്ന പെന്തക്കോസ്തൽ സഭകളിലും നമ്മൾ പാപം മോചിച്ച് കർത്താവ് വന്നാൽ എടുക്കപ്പെടും എന്ന് തന്നെയായിരുന്നു നമ്മുടെ വിശ്വാസം. എന്നാൽ കാലത്തികവിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കൽ വന്നിട്ട് ആ വചനത്തിലുള്ള വെളിപ്പാട് ദൈവം നമ്മെ ഗ്രഹിപ്പിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ പാപത്തിലാണ്, നമ്മുടെ പാപം മോചിച്ചിട്ടില്ല. പാപം മോചിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിലുള്ള പാപമോചന സ്നാനം. ഈ സ്നാനത്തിലൂടെ അല്ലാതെ പാപം മോചിക്കപ്പെടുകയില്ല എന്നും ആ പാപം മോചിക്കാതെ യേശു ക്രിസ്തുവിനോട് ചേരാൻ കഴിയുകയില്ല എന്നും ബോധ്യമായപ്പോൾ നമ്മളായിരുന്ന സഭകൾ നമുക്ക് എന്തായി? ചപ്പും ചവറുമായി. പൗലോസ് ഇങ്ങനെ തന്നെയാണ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടപ്പോൾ ആ വെളിപ്പാടിൽ കണ്ടപ്പോൾ പിന്നെ അപ്പോസ്തലന്മാർ ചോദിക്കാൻ പോയില്ല, യെരുശലേമിലേക്ക് പോയില്ല, അറബിലേക്ക് പോയി. ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. അപ്പോ ജാതിയിൽപ്പെട്ട നമുക്ക് അബ്രഹാമിന് കൊടുത്തതാണ്, അതിന്റെ സന്തതികൾക്ക് കൊടുത്തതാണ്, ശരി തന്നെ. പക്ഷെ അത് നമുക്ക് വരണമെങ്കിൽ ബൈബിൾ എടുത്തിട്ട് ഞാൻ പെന്തക്കോസ്താണ്, കത്തോലിക്കാണ്, മാർത്തോമയാണെന്ന് പറയുന്ന വിശ്വാസിക്കോ അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുന്നവർക്കോ ഉള്ളതല്ല. ക്രിസ്തയേശുവിനോടുകൂടെ ചേരണമെങ്കിൽ, ഞാൻ ക്രിസ്തുവിനെ ധരിക്കണമെങ്കിൽ എന്റെ പാപം മോചിക്കണം. പാപമോചനത്തിന് ഒരൊറ്റ നാമമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ നാമത്തിലൂടെ പാപമോചന സ്നാനത്തിലൂടെ അല്ലാതെ പാപം മോചിക്കുകയില്ല. വൃഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഞാനും ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരുന്നു, ശുശ്രൂഷ ചെയ്തിരുന്നു. ഇതൊക്കെ കർത്താവിന്റെ കൃപയാൽ മനസ്സിലായപ്പോൾ പാപം മോചിക്കണം, യേശു ക്രിസ്തുവിനോട് ചേരണം, നിത്യതയിൽ പോകണം എന്ന ബോധം ദൈവം ഗ്രഹിപ്പിച്ചപ്പോൾ ആ സഭ വിട്ടു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നിൽ വരണമെങ്കിൽ ശ്രദ്ധിക്കുക, മറ്റൊരു വേണമെങ്കിൽ പറയുക, ക്രിസ്തയേശുവിലായ ജാതികൾക്ക് വരേണ്ടതിന്. ജാതികളിൽപ്പെട്ട, അത് എഫേസ്യർ 4-ാമത്തെ അധ്യായം 5 പറയുന്നു, നിങ്ങളെ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളെ വിളിച്ചപ്പോൾ, അത് മത്തായി 8:20 പറയുന്നു, ഏക പ്രത്യാശ എന്നത് അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ പ്രത്യാശ വെച്ച് ആ നാമത്തിൽ തന്നെ പാപമോചന സ്നാനം നേടി പാപം മോചിച്ച ഒരു വ്യക്തി മാത്രമേ ക്രിസ്തയേശുവിലാവുകയുള്ളൂ. അങ്ങനെ ക്രിസ്തയേശുവിലായ ഒരുവൻ മാത്രമേ അബ്രഹാമിന്റെ അനുഗ്രഹം വരേണ്ടതിന്. ഇനി തീർന്നില്ല, അതിന്റെ ദൈവിക വെളിപ്പാട് നോക്കുക. ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വരണമെങ്കിൽ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. എങ്ങനെ ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കുന്നത്? ഒരുവൻ ആത്മാവ് പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലപ്രവൃത്തി 2:38-39. ഓരോരുത്തർ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം, ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെട്ടിരിക്കണം. എന്റെ സഭ എത്ര വലുതാണെന്നോ, എന്റെ പുരോഹിതൻ എത്ര വലുതാണെന്നോ, എന്റെ കുലവും മഹിമയും അല്ലെങ്കിൽ ഞാൻ തന്നെ വലുതെന്നോ എനിക്ക് തോന്നിയാൽ ഈ ദൈവത്തിന്റെ വചനത്തിനകത്തുള്ള വെളിപ്പാട് ഗ്രഹിച്ചിട്ടില്ല, കർത്താവിനോടുകൂടെ പോവുകയുമില്ല. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന്റെ പരമ്പരകൾക്കായിരുന്നു അവർ തള്ളിക്കളഞ്ഞത്. യഹൂദന്മാർക്ക് അവർക്ക് ഇപ്പോൾ ലഭിക്കില്ല. പക്ഷെ അത് അബ്രഹാമിന്റെ വിശ്വാസമുള്ള നമുക്ക് നൽകിയിരിക്കുന്നുവെങ്കിൽ പാപത്തിൽ കിടക്കുന്ന ജാതികളായ നമ്മൾ പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നാം പാപസംബന്ധമായി മരിക്കുന്നു. ഇങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത്, യേശു പാപസംബന്ധമായി മരിച്ചപ്പോൾ യേശുവിനെ ക്രൂശിൽ കല്ലറയിൽ അടക്കിയതുപോലെ എന്നെ വെള്ളത്തിൽ അടക്കം ചെയ്യുന്നത്, നിമജ്ജനം ചെയ്യുന്നതാണ് ആ സ്നാനം. അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ തന്നെ വേണം. ഭൂമിയിലെ 99% സഭകളും അത് ചെയ്യില്ല. അവർ മുഴുവൻ ചെയ്യുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചെയ്താൽ പാപം മോചിക്കില്ല. ഈ അബ്രഹാമിന്റെ ഒരു അനുഗ്രഹവും വരില്ല. എടുത്തു വെച്ച് വെറുതെ വായിക്കാവുന്നതേ ഉള്ളൂ, ലഭിക്കുകയില്ല. അപ്പൊ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ വിശ്വാസത്താൽ പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, ആദ്യം വിശ്വാസം വേണം. വിശ്വാസത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? നീതീകരണം ലഭിക്കുന്നു. നീതീകരിച്ചവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്.
നീതീകരിച്ചവന് പിന്നെ വിശുദ്ധീകരണം പ്രാപിക്കണം. അതിന് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപേക്ഷിക്കണം. അത് കഴിയുമ്പോഴോ ആ മരിച്ച വ്യക്തിയെ യേശുക്രിസ്തുവിനോട് അടക്കണം. അടക്കി കഴിയുമ്പോൾ ശേഷമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം വരുന്നത്. അപ്പൊ നാം ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാം സ്ഥാനപ്പെടണം. അപ്പൊ നീതീകരിച്ചവൻ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ആ സ്നാനത്തിൽ കൊണ്ട് അടക്കി കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ്, അത് ജലസ്നാനം കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ്, അത് ആത്മസ്നാനമുണ്ട്. ആ ആത്മസ്നാനത്തിലാണ് നമ്മുടെ സകല പാപങ്ങളെയും കത്തിച്ചു കളയുന്നത്. അപ്പോഴാണ് വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. അപ്പൊ നീതീകരണം വേണം, വിശുദ്ധീകരണം വേണം. ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ സകല പാപത്തെ കത്തിച്ച് കളഞ്ഞ ശേഷം മാത്രമേ പരിശുദ്ധാത്മാവ് എന്നിൽ വരികയുള്ളൂ, അല്ലെങ്കിൽ മുദ്രയിടുകയുള്ളൂ. അവനാണ് വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചവൻ. വിശ്വാസത്താൽ, എന്ത് വിശ്വാസത്താൽ? യേശുക്രിസ്തു, സകലവും യേശുക്രിസ്തു നാമത്തിലാണ്. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. നമ്മളോട് പഠിച്ചതാണ്, നിങ്ങൾക്ക് തോന്നും വീണ്ടും പറയുന്നതിന് ലൈവായിട്ട് കൊടുത്തിരിക്കാൻ പബ്ലിക് പുതിയ ജനങ്ങൾ കേൾക്കണം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, താല്പര്യമുള്ളവർ വിളിക്കട്ടെ. അതുകൊണ്ടാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം പ്രാപിച്ച് ആത്മാവ് പ്രാപിച്ച്, അടുത്തോ ആത്മാവ് വഴി നടത്തുന്നവൻ. അബ്രഹാമിന്റെ മക്കൾക്കാണ് എന്ന് പറയുമ്പോൾ നാം മക്കളാകണമെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം നേടി പരിശുദ്ധാത്മാവ് വന്ന് ഈ ആത്മാവ് വഴി നടത്തുന്ന ഏവനുമാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോഴും ഭൂമിയിലുള്ള ഈ കത്തോലിക്ക് മുതൽ പെന്തക്കോസ്തുള്ള ഒരു സഭയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ചെയ്യാത്തത് കൊണ്ട് പാപം മോചിച്ചിട്ടുമില്ല, പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്തിട്ടുമില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നാണ് അവരെ വഴി നടത്തുന്നതെന്ന് അവർ പറയുന്നു. എങ്കിൽ ഒരു പരിശുദ്ധാത്മാവേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞ സ്നാനം വേണ്ട എന്ന്, ഞങ്ങളുടെ വചനം ഒരിക്കൽ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും പറഞ്ഞ ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വചനത്തെ മാറ്റും? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുക. അത് നിങ്ങൾ പുരോഹിതൻ നിങ്ങളെ തെറ്റായ വഴിയിൽ വഴി നടത്തുകയാണ്. ശരിയായത് വചനമാണ്, വചനത്തോടുകൂടെ ചേർന്ന് നോക്കാം. അപ്പോ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ വരണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവോട് ചേർന്നാൽ, ഞാൻ ആ ശരീരത്തിന്റെ ഭാഗമായാൽ തലയായല്ലോ ശരീരം മുഴുവനും ചേർത്തിരിക്കുന്നത്, അവിടെ നിന്ന് അനുഗ്രഹം എനിക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ ലഭിക്കില്ല. അഭിഷേകം ലഭിക്കും. കളയുടെ മേലും ഗോതമ്പിന്റെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യും. ഓക്കെ, ഇനി അപ്പുറം നൽകുന്ന വാഗ്ദത്തം അബ്രഹാമിന് നൽകുന്നതാണ്. 12:7 ഉൽപ്പത്തി. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പോ ഈ ആദ്യം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തു. അത് കഴിയുമ്പോഴോ നിന്റെ സന്തതിക്ക്, ഇവിടെ അബ്രഹാമിന്റെ സന്തതിക്ക് എന്നാണ് പറയുന്നത്. അബ്രഹാമിൽ നിന്ന് തന്നെ നമ്മുടെ ഹെഡിങ് എന്താണ് കൊടുത്തിരിക്കുന്നത്? അബ്രഹാമിൽ നിന്ന് 2 വംശങ്ങൾ ഉടലെടുക്കുന്നു. രണ്ടും, ഒന്ന് ഹാഗാറിൽ നിന്നും ഒന്ന് സാറയിൽ നിന്നും. രണ്ടും അബ്രഹാമിന്റെ സന്തതി തന്നെയാണ്. പക്ഷെ വാഗ്ദത്ത പ്രകാരമുള്ള മകൻ ആരാണോ അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അത് തന്നെയാണ് നമ്മളുടെ ഈ മെസ്സേജ് എടുക്കുന്ന പഴയ കാലത്ത് നടന്ന കാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം മക്കൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളാകണം. നമ്മളിപ്പോ സ്നാനമേറ്റവർ തന്നെയാണ്. പക്ഷെ ദൈവവചനപ്രകാരം ഞാൻ വിശ്വസിച്ച് ജീവിച്ചനുസരിക്കുന്നു എങ്കിൽ മാത്രമേ അബ്രഹാമിന്റെ വിശ്വാസം എനിക്ക് ലഭിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ദൈവം കണക്കിടുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളണം. ഓക്കെ, ഇനി അവിടെ അവന്റെ സന്തതിക്കും കൊടുക്കുന്നു. പുതിയ നിയമസഭയിലെ സന്തതി ആരാ? അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർ, ആ വിശ്വാസം നടക്കുന്നവർ. ഓക്കെ, ഉൽപ്പത്തി 13 അങ്ങനെ അബ്രഹാമും ദൈവം വിളിക്കണം. ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു തെക്ക് ദേശത്ത് വന്നു. അതെങ്ങനെ വരാൻ പറഞ്ഞത്? നിന്റെ ബന്ധുക്കളെ ചാർച്ചക്കാരെ എല്ലാവരെയും വിട്ടിട്ട് വരാൻ പറഞ്ഞു. അവനെന്ത് ചെയ്ത്? എല്ലാവരെയും കൂട്ടി. ഓക്കെ, ഞാൻ ഇടയ്ക്ക് പിന്നീട് ഇത് കഴിഞ്ഞ വിഷയം എടുക്കാം. ദൈവം വിളിച്ച ഒരു മനുഷ്യനും പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചിട്ടില്ല. വളരെ കൃത്യമായി അനുസരിച്ചത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ബാക്കി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും വീണുപോയാണ്. ഈ പ്രവാചകന്മാർ ഉൾപ്പെടെ എല്ലാവരും വീണുപോയാണ്. അവിശ്വാസം എപ്പോഴെങ്കിലും വന്നവരാണ്. ഞാനത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾക്കും അങ്ങനെയൊക്കെ ആകാം. വീണുപോയി അല്ല കർത്താവ് എന്നെ കൊണ്ടുപോകില്ല എന്നൊന്നും വിചാരിക്കേണ്ട. പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ ചേർന്ന് നടന്നാൽ മതി. അതാ പറഞ്ഞ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് ദൈവത്തിന്റെ വലതു ഭാഗത്തുണ്ട്. ഓക്കെ,
അബ്രഹാമിന്റെ കന്നുകാലികൾ അതിനിടയിൽ അവരുടെ രണ്ട് ലോത്ത് സഹോദരനാണ്. അവർ തമ്മിൽ അവിടെ പ്രശ്നമുണ്ടായ സമയത്ത് അവർ രണ്ട് ഭാഗമായി പിരിയുകയാണ്. അതൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്, പറഞ്ഞു തരാം. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അവരുടെ കൂടെ ഉള്ളവർ തമ്മിലല്ല, ആടുകൾ തമ്മിലല്ല, ഇടയന്മാർ തമ്മിൽ ഉണ്ടായി. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടുപിരിഞ്ഞാലും. അബ്രഹാം പറയാണ്, അവിടെ ഭിന്നത വന്നപ്പോൾ രണ്ട് തരത്തിൽപ്പെട്ട ആളാണ്, അവരെ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞിട്ടില്ല, അബ്രഹാം വിളിച്ചു കൊണ്ടുവന്നതാണ്. അത് പോകാൻ പറയണം. അടുത്തത് നോക്കും, അബ്രഹാമിന്റെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിസ്രയീം പോലെയും ആയിരുന്നു. ഓക്കെ, രണ്ട് കൂട്ടർ ഇവിടെ ഓരോന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം വിളിച്ച നമ്മൾ കാണുന്ന ഒന്നിലും പ്രത്യാശ വയ്ക്കരുത്. കാര്യം എന്താ? വിളിച്ചപ്പോഴേ ദൈവം പറഞ്ഞു, വാഗ്ദത്തം നൽകി, ഇത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് നിന്നാൽ ദൈവം അത് നൽകാം. ഒറ്റ കണ്ടീഷൻ, ദൈവത്തിന്റെ വചനത്തിന് കീഴെ വിശ്വസ്തയോടെ നിൽക്കുക. ആ ഉറപ്പിന്മേലാണ് പറഞ്ഞത്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ നല്ല ഫലഭൂഷ്ടിയുള്ള ഒരു സ്ഥലം കണ്ടു. എന്താ? അധ്വാനിക്കേണ്ട, ഈസി ആയിട്ട് എല്ലാം കൈവശപ്പെടുത്താം. ഈ ലോകപ്രകാരം നല്ലത് എന്ന് ബുദ്ധിക്ക് മനസ്സിലായതിനെ അവൻ തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അവൻ തെരഞ്ഞെടുത്തത് ഇപ്പൊ നോക്കും, മിസ്രൈം ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. യോർദാൻ നദിക്കരയാണ്, സമൃദ്ധിയുള്ളതാണ്, എപ്പോഴും നീരോട്ടമുള്ളതാണ്, അതിന് ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കാം, അല്ലെങ്കിൽ അത് ലഭിച്ചാൽ നല്ലത് എന്ന് ബുദ്ധിക്ക് കണ്ടിട്ട് തെരഞ്ഞെടുത്തു. അബ്രഹാം അത് ചെയ്തില്ല. അബ്രഹാമിന്റെ വിശ്വാസം ജാതികൾക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മളും ലോകപ്രകാരമുള്ള ഒന്നിലും ആശ്രയിക്കരുത്. നമ്മൾ ഇന്ന് കർത്താവ് വന്നാൽ ഇതെല്ലാം വിട്ടേറ്റ് പോകണമല്ലേ. അപ്പോൾ ഇതിനോട് പ്രിയം വയ്ക്കുന്നു എങ്കിൽ നമ്മുടെ ദാഹം എന്ത് എന്ന് കാണിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ആത്മാവ് എന്തെന്ന് കാണിക്കുന്നു. അബ്രഹാമിനെ ശ്രദ്ധിക്കുക, ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി, അവർ തമ്മിൽ പിരിഞ്ഞു. നേരത്തെ എന്ത് പറഞ്ഞു? നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അപ്പോ ലോത്ത് എങ്ങോട്ട് പോയി? കിഴക്കോട്ട് പോയി. അബ്രഹാം അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതവിടെ ഞാൻ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. പടിഞ്ഞാറോട്ട്. എന്തിനാ പടിഞ്ഞാറോട്ട് പോയത്? അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. എവിടെ? ഈ സഭാകാലങ്ങൾ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഒന്നാമത്തെ എഫെസസ് സഭ, യേശുക്രിസ്തു വരുന്ന സമയം. ഇത് പഴയ നിയമം ഉൽപ്പത്തി തുടങ്ങി 4000 വർഷമായപ്പോൾ, ഉൽപ്പത്തി എന്നത് രാവിലെ, അതിരാവിലെ. യേശു വരുന്ന 4000 വർഷം, ഉച്ച, സൺ, സൂര്യൻ ഉദിക്കുന്ന സമയം, വെളിച്ചം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എഫെസസ് സഭ, കത്തോലിക്ക, മാർത്തോമ, CSI, ലൂഥറൻ സഭ, പെന്തക്കോസ്റ്റ്. നമ്മൾ ഇവിടെ ഇതിനും ഇപ്പുറത്തായിരുന്നു. നമ്മൾ ഈ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് തുടങ്ങിയ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം എന്ന് പഠിപ്പിച്ച ബൈബിളാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്റ്റ് വരെ ഇരിക്കുന്ന ഒരു സഭകളും ഈ ഒരു വിശ്വാസവും സ്നാനവും പ്രത്യാശയോ കൈവപ്പോ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി ദൈവം. അപ്പോഴാണ് നമ്മൾ ആ സഭകൾ വിട്ടത്. ഇവിടെ ഒരു സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. ഈ അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി പോകുന്നവർ മാത്രമാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നും ഒരു നിരപ്പ് വരുത്തി. എന്താ ചെയ്തത്? പഴയ നിയമത്തിലെ പ്രവാചകന്മാരായിരുന്ന അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് യോഹന്നാൻ സ്നാപകൻ നിരപ്പിച്ചപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന യഹൂദ ജനങ്ങൾക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം മുഴുവൻ ലഭിച്ചു. അങ്ങനെ നിരപ്പ് പ്രാപിച്ച വ്യക്തികൾക്ക് മാത്രമാണ് യേശുവിനോടൊപ്പം മനസ്സിലാക്കി വിശ്വസിച്ച് നടക്കാൻ കഴിഞ്ഞത്. അങ്ങനെ യേശു വിളിച്ചു ചേർത്തതാണ് ഈ 12 അപ്പോസ്തലന്മാർ. ഓക്കെ, ആ 12 അപ്പോസ്തലന്മാരിലൂടെ തുടങ്ങിയ പുതിയ നിയമസഭ, ഇവർ അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള സകലത്തിനും അധികാരമാണ് അവർക്ക്. ഈ ലോകത്തുള്ള കനാൻ ദേശം കൊടുക്കാനല്ല, കർത്താവ് നമ്മെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് സ്വർഗീയ നിലത്തിലേക്കാണ്. അപ്പോൾ അതിന് സ്വർഗത്തിലുള്ള മാതൃകയിൽ ഉയർന്ന രാജ്യത്തിന്റെ നിയമപ്രകാരം നമ്മൾ ഇവിടെ ജീവിക്കണം.
ഇവിടെ തന്നെ അവൻ കിഴക്കോട്ട് യാത്രയായി. പടിഞ്ഞാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഉച്ച സമയം, രാവിലെ ഉൽപ്പത്തി മുതൽ യേശു വന്നപ്പോൾ ഉച്ച സമയം. അത് കഴിഞ്ഞിട്ട് ഓരോ സഭകളും വന്ന് ഇപ്പോൾ സമയത്ര സന്ധ്യാസമയം. അപ്പോൾ ഉൽപ്പത്തി കിഴക്കാണെങ്കിൽ യേശു വന്നത് ഉച്ച സമയത്താണെങ്കിൽ ഇപ്പോൾ അവസാന സമയം, ഉച്ച കഴിഞ്ഞ പിന്നെന്താണ്? സന്ധ്യാസമയം. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം ഇപ്പോഴാണ് പടിഞ്ഞാറ്. അപ്പോ ലോത്ത് ഇപ്പൊ നോക്കൂ, പെന്തക്കോസ്ത് സഭയിലുള്ള, ഇത് മനസ്സിലായി, പെന്തക്കോസ്ത് സഭയിലുള്ള ഒരു വിശ്വാസി എങ്ങോട്ട് യാത്ര ചെയ്യുന്നു? പുറകിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ പുതിയ നിയമസഭയിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞൊരു സ്നാനം നടന്നിട്ടില്ല. ഇതിലൂടെ ഈ സഭയിൽ അപ്പോസ്തലന്മാരായ അപ്പന്മാർ പഠിപ്പിക്കാത്ത വിശ്വാസത്തിലേക്ക് ഇതിൽ നിന്ന് പുറകിലേക്ക് പോവുകയല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മ നാമം ക്രിസ്തു. അതിവിടെ വെളിപ്പെട്ടു. ഇവിടെ അല്ല, അവർ പുറകിലേക്ക് പോവുകയാണ്. ലോത്ത് അങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് വീണ്ടും കിഴക്കോട്ട് പോവുകയാണ്. കിഴക്ക് ഉൽപ്പത്തി, രാവിലെ തുടങ്ങുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ഉച്ചയ്ക്ക് യേശു വന്നത്. അവര് കിഴക്കോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. ലോകം സഞ്ചരിച്ച് അവസാന സന്ധ്യാസമയത്തെത്തി. നമ്മൾ ഈ ഏഴാമത്തെ ലവോദിക്ക സഭാകാലത്തുള്ള ദൈവസഭ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, പടിഞ്ഞാറേക്കാണ്. കാര്യം പടിഞ്ഞാറിന്റെ ഏറ്റവും എൻഡ് എത്തുമ്പോൾ അടുത്ത പിന്നെന്താണ്? കിഴക്ക്. കിഴക്ക് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും നമ്മെ ചേർത്ത് കൊണ്ടുപോകാൻ. കർത്താവ് വന്നാൽ വീണ്ടും കിഴക്കായി. അപ്പോൾ അവൻ കിഴക്കോട്ട് പോയതുപോലെ ലോത്ത് ജഡീക സഭയ്ക്ക് മുൻകുറിയാണ്. തുടർന്ന് താഴെ പഠിപ്പിക്കും. ഇന്ന് സമയം കാണില്ല, നമുക്ക് പഠിപ്പിക്കാം. ലോത്ത് ജഡീക സഭയ്ക്ക് മുൻകുറിയും അബ്രഹാം ആത്മീക സഭയ്ക്ക് മുൻകുറിയും. ദൈവജനം നമ്മൾ മുമ്പ് പഠിപ്പിച്ചാണ്, ദൈവജനം എപ്പോഴും മുമ്പിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കാലാകാലങ്ങളിൽ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് വചനത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അവർ മുമ്പിലേക്ക് പോവുകയും വിശ്വാസി എന്ന് നടിക്കുന്ന അപ്പോസ്തലർക്ക് 4:12 കർത്താവായ യേശു ക്രിസ്തു നാമം പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുവാനായി 4:17-18 വന്നത് ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്ന എതിർ ക്രിസ്തുവാണ് വന്ന് പറഞ്ഞത്, ഈ നാമം അശേഷം ഉണ്ടെന്ന് ആരോട് ഉപദേശിക്കരുത്. അപ്പൊ എന്താ? പുതിയ നിയമസഭയിൽ വെളിപ്പെട്ട നാമം ഉപയോഗിക്കാതിരിക്കാൻ അവർ കിഴക്കോട്ട് പോവുകയാണ്, പുറകിലേക്ക് പോവുകയാണ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. എന്നിട്ട് അവിടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ വരവിൽ പോകുമെന്നാണ് പറയുന്നത്. ഒരിക്കലും പോകില്ല. അത് മുൻകണ്ടിട്ടാണ് യേശു പറഞ്ഞത്, ഈ കാലം നോഹയുടെ കാലം പോലെയാകും. ഓക്കെ. അപ്പൊ അബ്രഹാം പടിഞ്ഞാറേക്ക് വന്നു. അപ്പൊ അബ്രഹാമിന്റെ സന്തതികളാണെങ്കിൽ നമ്മളും എങ്ങോട്ട് പോകണം? വിശ്വാസം സംബന്ധിച്ച് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസം, അതാണ് നമ്മൾ 2 ആഴ്ച മുമ്പ് എടുത്തതാണ്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ടത്. ഇവിടെയാണ് ലാസ്റ്റിൽ വെളിപ്പാട് പുസ്തകത്തിൽ മുദ്രകൾ തുറക്കുന്നത്. ഇവിടെ തുറന്നപ്പോഴാണ് പറഞ്ഞത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു, എങ്കിലും ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ സ്നേഹം ദൈവം, പരിശുദ്ധാത്മാവ്, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിച്ച ആ ദൈവം എന്ന ആ പരിശുദ്ധാത്മാവിനെ വിട്ടുകളഞ്ഞിട്ടിരിക്കുന്നവരാണ് ഇന്ന് ഈ ലവോദിക്ക കാലത്തുള്ള സഭകളിൽ ഇരിക്കുന്നവർ. നമ്മളും അങ്ങനെ ആയിരുന്നത് കൊണ്ട് ആണ് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അടുത്തതോ, നീ ഏതിൽ നിന്നുള്ള അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിൽ ഈ സ്നാനത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പുതിയ നിയമസഭയില് 1-ാമത്തെ എഫെസസ് സഭയെ പഠിപ്പിച്ച അപ്പോൾ നമുക്ക് ബൈബിളിൽ ആ വിശ്വാസത്തിലേക്ക്, ആ സ്നാനത്തിൽ ആ പ്രവൃത്തി ചെയ്യുക എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവ്. നമ്മൾ നേരത്തെ വായിച്ചത് വാഗ്ദത്തം, ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കണം. എന്നിട്ടും നമ്മൾ വിശ്വാസത്താൽ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാനായിട്ട്. ഓക്കെ. അപ്പോ പടിഞ്ഞാറേക്ക് പോകുന്ന ആവശ്യം മനസ്സിലായല്ലോ. കർത്താവ് വരുന്നത് പടിഞ്ഞാറ് കഴിഞ്ഞാൽ തൊട്ട് കിഴക്കാണ്. കർത്താവ് എപ്പോൾ വരുന്നോ അത് കിഴക്കായി, വെളിച്ചമായി. ഓക്കെ. ഇനി അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോ ഈ അബ്രഹാം തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? അവൻ കിഴക്ക് തെരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം പടിഞ്ഞാറ് തെരഞ്ഞെടുത്തു. ഓക്കെ. ഇടത് തെരഞ്ഞെടുത്തു, വലത്. അബ്രഹാമിന് ലഭിച്ചത് വെറും മൊട്ടക്കൊന്നാണ്. ഒരു കാര്യങ്ങളുടെ വിളവുണ്ടാവില്ല. വെറും പാറകൾ നിറഞ്ഞ സ്ഥലമാണ് മൊട്ടക്കുന്ന്. അത് ഫലഭൂഷ്ടിയായിട്ടുള്ളതല്ല തെരഞ്ഞെടുത്തത്. പക്ഷേ അവന്റെ വിശ്വാസം എന്താണ്?
അബ്രഹാം കണ്ടതുപോലെ ലോത്ത് കണ്ടു. മനസ്സിലായോ? നമ്മൾ ഒരു കൂട്ടർ പോകുമ്പോൾ ഒരാൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല സമൃദ്ധിയായിട്ടുള്ള സ്ഥലം, അതും ഞാനും കണ്ടെങ്കിൽ ഞാൻ എന്താ പറയും, ലോത്തെ നീ ഇങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. കാര്യം എന്താ? ഇതാണ് സമൃദ്ധിയുള്ളത്. നദിയുടെ കരയില്ല, സമൃദ്ധിയുണ്ട്, കൃഷി ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നല്ലത് കിട്ടും. പക്ഷെ അബ്രഹാമും ഇത് കണ്ടു. അബ്രഹാമിനെ വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴി നടത്തും. എങ്ങനെയുള്ള പ്രദേശം കിട്ടിയാലും അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ വിശ്വാസം കണ്ടിട്ടാണ് അബ്രഹാം പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ളിടം തെരഞ്ഞെടുത്തോളാം. അവൻ ലോകപ്രകാരം ബുദ്ധിപരമായി ചിന്തിച്ചു. ഇന്നത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ യേശു പറഞ്ഞതിലെ കേൾക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് മരണത്തിനാണ്. പിതാവ് നാമമല്ല, പുത്രൻ നാമമല്ല, നാമം കർത്താവായ യേശു ക്രിസ്തു, അതാണ് ജീവനിലേക്കുള്ളത്. അങ്ങനെ സ്വീകരിച്ച നാമം അന്ന് അബ്രഹാം ഈ മൊട്ടക്കൊന്നും തെരഞ്ഞെടുത്തപ്പോൾ വേറെ ആരെങ്കിലും ധാരാളം പേര് അവരെല്ലാം പരിഹസിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ലോത്തും ഈ പരിഹസിച്ചവരും കാണാൻ കഴിയാത്ത ഒരു കാഴ്ച അബ്രഹാം കണ്ടിട്ടാണ് നീ നിനക്ക് ഇഷ്ടം തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നാമം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി ദൈവം അവിടെ നടത്തി. അടുത്ത ശ്രദ്ധിക്കുക. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. എപ്പോൾ? ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനെ മാത്രമാണ് വിളിച്ചത്. അപ്പൊ ദൈവം വിളിച്ച ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശപ്രകാരം നാം എപ്പോൾ ആയി വരുന്നുവോ അതുവരെ ദൈവം ഇടപെടില്ല. ഞാൻ പള്ളിയിലായിരിക്കാം, വിശ്വാസിയായിരിക്കാം, ഞാൻ എന്നെ തന്നെ മുദ്രയിട്ട് വിശ്വാസിയാക്കിയിരിക്കാം. ദൈവഹിതപ്രകാരം വിട്ടുപേക്ഷിക്കേണ്ടത് വിട്ടുപേക്ഷിക്കാത്തിടത്തോളം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ വചനപ്രകാരം അല്ലാത്തത് എപ്പോൾ വിട്ടുപിരിഞ്ഞുവോ അപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. അബ്രഹാമിനാണ് ചെയ്തത്. ഒരു വാഗ്ദത്തം കൊടുക്കണം. നീ തലപൊക്കി നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും, ശാശ്വതമായി തരും. ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ അടി നടക്കുന്നത്. ഓക്കെ, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നോക്കൂ, എപ്പോൾ പറഞ്ഞു? ആദ്യം ഒരു വാഗ്ദത്തം കൊടുത്തു. ഓരോ സ്റ്റെപ്പ് നോക്കണം. ആദ്യം വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം പിന്നത്തേൽ അനുസരിക്കുന്ന ദൈവഹിതപ്രകാരം നിൽക്കുന്ന മക്കൾക്ക്, നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അനേകം പേരെ അല്ലെങ്കിൽ അവന്റെ സ്വത്തുവകകളെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ദൈവം ഒന്നും ഇടപെട്ടില്ല. എപ്പോഴാണോ അവർ വേർപെട്ടത്, ഒരു വേർപാട്. അതുകൊണ്ടാണ് നമ്മ ഇവിടെ കർത്താവ് വിളിച്ചിട്ട് ഒരു വേർപാട് നടിച്ചു പറഞ്ഞു. ഇതെന്താണ് ഇവിടെ ചുവപ്പ് വര വരച്ചിരിക്കുന്നത്? ഈ വിശ്വാസത്തിലേക്ക് വിളിച്ച വ്യക്തിക്ക് തിരികെ ഒരിക്കലും താഴേക്ക് വരാൻ കഴിയില്ല. ഇവിടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇവിടെ വരാനും കഴിയില്ല. കാര്യം ഈ നടുക്ക് കാണുന്ന ചുവപ്പ് വര, ഇതാണ് പാപത്തിന്റെ നടിച്ചുവർ. ന്യായപ്രമാണം കൊടുത്ത്, കൽപ്പനകളും നിയമങ്ങളും കൊടുത്ത് ഇത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച ചെറിയൊരു കൂട്ടം യഹൂദാനുസാരികൾ അവിടെ പ്രവേശിച്ചു. ബാക്കി ദൈവം നേരിട്ട് വിളിച്ച അബ്രഹാമിനും അവന്റെ സന്തതികൾക്കുമാണ്. ഇന്ന് നമ്മളെയും വിളിച്ചിരിക്കുക അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ പഠിപ്പിക്കാൻ കർത്താവ് യേശു ക്രിസ്തു വന്ന ശേഷം നമ്മളിവിടെ വിളിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതായി ഇവിടെ വീണ്ടും പുതിയ നിയമസഭയിലാണ് അപ്പോസ്തലന്മാര് ഇത് പത്രോസാണ്. പത്രോസിന് പുതിയ നിയമസഭയുടെ അധികാരം കൊടുത്തു. അപ്പോസ്തലന്മാര് നമ്മെ ജാതികളിൽ നിന്നും നമ്മെ വീണ്ടും വിളിക്കുകയാണ് മുകളിലേക്ക്. അപ്പോഴും ദൈവത്തിന്റെ വചനപ്രകാരം മാത്രം ജീവിക്കുക. ഇവിടം കഴിഞ്ഞ് താഴേക്ക് വരരുത്. നമ്മൾ ഇവിടെയാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ വരണമെങ്കിൽ ഇവിടെ വചനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഈ നാമത്തിൽ സ്നാനപ്പെട്ട് പാപം മോചിക്കാത്ത ഒരു വ്യക്തിയെയും സ്വർഗീയ മണവാട്ടിയായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ യോഗ്യനായിട്ടോ ദൈവം കണക്കിടുകയില്ല. അപ്പോഴും ഇവിടെ തന്നെയാണ് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവരും. നമ്മളും അവിടെ ആയിരുന്നു. നമ്മൾ അവിടെ ആയിരുന്നത് പോലെ ഇന്ന് പലരും അവിടെ ആയിരിക്കും. ദൈവത്തിന്റെ ആടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പോയി അറിയിക്കണം. ദൈവത്തിന്റെ ആടാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസപ്രകാരം സ്നാനപ്പെട്ടിരിക്കും. സ്നാനപ്പെട്ട് യേശുനാമ സഭയിൽ പോയിരുന്നിട്ട് കാര്യമില്ല. യേശുനാമ സഭ പഠിപ്പിക്കുന്ന അനേകം തെറ്റുകളുണ്ട്. വചനം വരും പലരും തെറ്റാ. ഇപ്പൊ നമ്മൾ നേരെ പറയും ക്രിസ്തയേശുവിൽ ചേർന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തലയിൽ മൂടുപടം വേണ്ട. എല്ലാവരും മൂടുപടയിട്ടിരിക്കുകയില്ലേ? യേശുനാമ സഭയിൽ മൂടുപടയിട്ടിരിക്കുന്നു. അങ്ങനെ ധാരാളം തെറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളും ദൈവഹിതപ്രകാരം വിളിച്ചു വേർതിരിച്ച അപ്പോസ്തലന്മാരാണ് നമുക്ക് മാതൃക. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആകുന്നതുപോലെ നിങ്ങൾ എന്റെ അനുകാരിയാകുവിൻ. യേശുവിന്റെ അനുകാരി ആകാനല്ല. ഈ നടന്ന ഈ അപ്പോസ്തലന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ്, ആത്മാവ് വഴി നടത്തിയവർ ശരിയായ രീതിയിൽ. അവരിലുള്ള തെറ്റ് കണ്ടുപിടിക്കാനല്ല. അങ്ങനെ തെറ്റ് കണ്ടുപിടിക്കുന്നവരുണ്ട്. പൗലോസ് മുട്ടയടിച്ചില്ലേ വിഗ്രഹാരാധികളെ നോക്കിയിട്ട് നിങ്ങൾ എത്ര വലിയ ദൈവഭക്തിയുള്ളവരെന്ന് പറഞ്ഞു. അതൊക്കെ വല്ല വിധേന അവനെ നേടാനാണ്.
ഒരു വിഗ്രഹാരാധിക്കുന്ന ഒരു വ്യക്തി നമ്മൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഓ നിങ്ങൾ എത്ര വലിയ ദൈവഭക്തിയുള്ളവർ, ഈ ബന്ധക്കോസരത്തിൽ നോക്കി നോക്ക്, രാവിലെ വെള്ളിയാഴ്ച ശനിയാഴ്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കണം, ഭക്തിയുടെ മൂർച്ച കൂട്ടുകയാണ്. അവരോട് ചെന്ന് അവരുടെ ഭക്തിയെ കുറിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ ആ നാമത്തെ ഒന്ന് സ്വീകരിച്ചു ശ്രദ്ധ. നമ്മുടെ ഉദ്ദേശം എന്താ? വല്ല പ്രകാരെയും ആ വ്യക്തിയെ നേടുക. അതുപോലെ പൗലോസ് പല കാര്യം ചെയ്തത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആത്മാവിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചാൽ നമ്മൾ ഇവിടെ തന്നെ പോകുന്നവരാകും, ഇല്ല എങ്കിൽ ഇവിടെ വീണു പോകുന്നവരാകും. ഓക്കെ, അപ്പോ ഇനി അടുത്ത ഒരു ഒറ്റ കാര്യം തിരുവത്താഴില്ല. അപ്പൊ ഒരു ഉൽപ്പത്തി 14-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങൾ പറയുന്നുണ്ട്, തന്റെ സഹോദരനെ, അപ്പൊ ഈ അവർ വേർപിരിഞ്ഞെങ്കിലും അവർക്ക് സോദോമിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ നോക്കാം. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ലോത്തിനെ അവന്റെ സമ്പത്തുകളെ കൊള്ളയടിച്ചുകൊണ്ട് പോയവരുടെ പിന്നാലെ പോയി. അടുത്ത് അബ്രഹാമും അവന്റെ കൂട്ടരും തിരിച്ചു വരാണ്. അവൻ രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ, അതായത് ജയിച്ചിട്ട് വന്നപ്പോൾ, അപ്പോൾ ശാലേം രാജാവായ മൽക്കീസദേക്ക്, ഇതാരാണ്? ഇത് ദൈവം തന്നെയാണ്. മൽക്കീസദേക്ക്. അപ്പൊ തിരുവത്താഴ് നൽകുന്ന ആരാണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുരോഹിതനാണ്, ഒരു മനുഷ്യനാണ്. പക്ഷെ ദൈവവചന പ്രകാരം തന്നെ വിശ്വാസത്താൽ നാം ഓരോന്ന് ചെയ്യുമ്പോൾ ഭക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ സുവിശേഷത്തിലുള്ള എരിവ് നൽകുന്നത് ആര്? കർത്താവ് തന്നെയാണ് നൽകുന്നത്. ദൈവം ഒന്നാമത് ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? ഇപ്പൊ നിർത്തുന്നത് ആർക്കാണ് അപ്പവും വീഞ്ഞും കൊടുത്തത്? സാക്ഷ്യം പറയാനുണ്ട്. അപ്പൊ ആർക്കാണ് അപ്പവും വീഞ്ഞും കൊടുത്തത്? ജയിച്ചവനും. ഇന്ന് തിരുവത്താഴമാണ്, നമ്മൾ അപ്പവും വീഞ്ഞും കഴിക്കാമെന്നതാണ്. ഈ കഴിഞ്ഞ മാസത്തിന് നമ്മളെ എല്ലാം ഏറ്റു പറഞ്ഞു പേക്ഷിച്ചു. ഓരോ മാസവും നമ്മൾ നേർച്ച വരെ ചെയ്യാനല്ല. ഇതിനിടയിൽ ദൈവവചന പ്രകാരം ഉള്ള വിശ്വാസ ജീവിതം ജീവിക്കുന്ന സമയത്ത് പ്രതികൂലമായി വന്നതിനെ ഞാൻ അതിനെ തരണം ചെയ്ത് ദൈവവചനത്തോടൊപ്പം നിൽക്കുവാൻ ബന്ധപ്പെട്ടു എങ്കിൽ ഞാൻ വിജയിച്ചവൻ. ഇല്ല, ആ പ്രതികൂലത്തോടൊപ്പം തന്നെ ജീവിച്ച് ഞാനും അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും ആയിരിക്കുന്നത് എങ്കിൽ ഞാൻ തോറ്റവരാണ്. തിരുവത്താഴം കഴിക്കരുത്. മുമ്പോട്ട് വന്ന പുരോഹിതൻ തരും, നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. പക്ഷെ അതെന്തിനാണ് വചനം പറയുന്നത്? രോഗം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. രോഗത്തിൽ നിന്ന് ഒരിക്കലും ബൈബിളിൽ, ഞാനിത് എടുത്തു പറയുന്നുണ്ട്, എന്റെ അടുത്ത് കോപമൊന്നും തോന്നരുത്. പഴയ നിയമം മുതൽ, അത് സമപ്രസംഗം പറയുന്നുണ്ട്, പഴയ നിയമം മുതൽ ദൈവത്തിന്റെ ഇഷ്ടം ജയിച്ചു വരുന്നവന് ദൈവം തന്നെ നേരിട്ട് തിരുവത്താഴ് നൽകും. പക്ഷെ ജയിച്ചവനെ കഴിക്കാവൂ. ഇനി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓപ്ഷനാണ്, ഇതിനിടയിൽ വചനം വായിച്ച് പ്രാർത്ഥിക്കും, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കഴിക്കാൻ. ആ സമയത്ത് നമുക്ക് ഏറ്റു പറഞ്ഞപേക്ഷിക്കാം. ഇതൊരു ആചാരമായി വെക്കാനല്ല. കർത്താവെ തെറ്റിപ്പോയി, പറ്റിപ്പോയി, മേലാൽ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ സന്ദർഭം വന്നാൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞുകൊള്ളാം, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവെ അങ്ങ് എന്റെ ഉള്ളിലിരിക്കുന്നത് പിശാചിനെ തുറന്ന് കാണിക്കണമേ എന്ന്. അപ്പോൾ ആ പ്രതികൂലം നിൽക്കുന്നത് വിട്ടുപോവുകയും നമുക്ക് ക്രിസ്തയേശുവിനോട് കൂടെ ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ആയിക്കൊള്ളാൻ കർത്താവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം മുന്നോട്ട് വരാം. അപ്പോൾ കർത്താവ് ഹൃദയങ്ങളെയാണ് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലേ വരാവൂ. അപ്പോൾ ജയിച്ചവരാണ് ദൈവം നേരിട്ട് അപ്പവും വീഞ്ഞും കൊടുത്തത്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. കണ്ടല്ലോ, അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അപ്പം ജയിച്ചു വന്ന് തിരുവത്താഴം നൽകിയവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. പൂർണ്ണമായും നമ്മൾ ജയിച്ചവരാണോ, ദൈവത്തിന്റെ അപ്പവും വീഞ്ഞും കഴിക്കാൻ നമ്മൾ യോഗ്യരാണോ എന്ന് ശോധന ചെയ്തിട്ട് വേണം മുന്നോട്ട് വരാൻ. അവൻ അനുഗ്രഹം ദൈവം നേരിട്ട് നമുക്ക് അത്യുന്ന ദൈവമാണ് നൽകുന്നത്. അനുഗ്രഹം അനുഭവിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ആർക്ക് കൊടുത്തു? ആര് കൊടുത്തു? ജയിച്ചവൻ. അപ്പൊ ഇവിടെ ജയിക്കാൻ നമ്മൾ യുദ്ധത്തിൽ പോകണമെന്നല്ല, നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ്, പോരാട്ടത്തിലാണ്. സ്നാനപ്പെട്ട് കയറുന്ന നിമിഷം മുതൽ ഓരോ നിമിഷവും നമ്മൾ ഓരോ ഇഞ്ചും പോരാടേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വസിച്ച് ജീവിച്ചനുസരിച്ച് പോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ബദ്ധനായ പൗലോസ്, ഞാൻ ക്രിസ്തുവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ലോകപ്രകാരം പലതിനും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടെങ്കിൽ ക്രിസ്തുവിനാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ ജയിക്കാൻ കഴിയും.
അങ്ങനെ ജയിച്ചു വന്നവന് തിരുവത്താഴവും അങ്ങനെ തിരുവത്താഴം കൊടുക്കുന്ന വ്യക്തിക്കാണ് ജയിച്ചു വന്നവൻ ദശാംശം കൊടുത്തത്. സകലത്തിലും എന്തിലൊക്കെ ഉണ്ടോ ഇത് ദൈവത്തിന്റെ വചനം, അത് ദശാംശം കൊടുത്തു. അപ്പോൾ ജയിക്കുന്നവരാണ് മുന്നോട്ട് വരാനുള്ളത്, തിരുവത്താഴം കഴിക്കാനുള്ളത്. തിരുവത്താഴം കൊടുക്കുന്ന വ്യക്തിക്കാണ് അവൻ സകലത്തിൽ ദശാംശം കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഉൾപ്പെടുന്നത്. ജയിച്ചു വരുന്നവനാണ് തിരുവത്താഴം കഴിക്കാൻ, ജയിച്ചവനാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, കുറച്ച് സമയമുണ്ട്. 6 മണിക്കല്ലേ തിരുവത്താഴം. ഓക്കെ, ഇനി ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കണേ. അബ്രഹാം നമ്മൾ വിശ്വാസപ്രകാരം മണവാട്ടിക്ക് മുൻകുറിയാണ്. ഓക്കെ, അത് എങ്ങനെ ആയിരിക്കും എന്നതിന് നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആദ്യം വിളിച്ച് അബ്രഹാമിനെ വിളിച്ചതുപോലെ നമ്മളെ വിളിച്ചപ്പോൾ നമ്മളോട് ചില വചനം പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നാൽ എന്റെ സന്തതികൾക്കും അനുഗ്രഹം ലഭിക്കും, തലമുറകൾക്ക് അനുഗ്രഹം ലഭിക്കും. അങ്ങനെയെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം നമുക്ക് ലഭിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വചനപ്രകാരം ജീവിച്ച് ജയിച്ചു വരുന്നവൻ തിരുവത്താഴം സഭയുടെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ട് തൊട്ട് താഴെ അതേ അധ്യായത്തിൽ തന്നെയാണ് 14ാമത്തെ അധ്യായത്തിൽ തന്നെ ഒരു കാര്യം പറയാണ്. മണവാട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് കാണിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു, ബൈബിൾ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ടാവാം, പലതവണ വായിച്ചിട്ടുണ്ടാവാം. അതിന്റെ ആത്മീക മർമ്മങ്ങൾ ഗ്രഹിച്ച് വായിച്ചു പോകണം. ഇല്ലെങ്കിൽ നല്ലൊരു കഥാപുസ്തകം വായിച്ച പോലെ ഇരിക്കും. നോക്കുക, അബ്രഹാം മണവാട്ടിക്ക് മുൻകുറിയാണ്. മണവാട്ടി ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ? ഉൽപ്പത്തി 14:21 ജയിച്ചു വന്ന അബ്രഹാമിന്റെ ഒരു പരിശോധന വരെയാണ്. യേശു സ്നാനപ്പെട്ട് വന്നപ്പോ ഒരു പരിശോധകൻ വന്നു, അല്ലെ? അബ്രഹാമിന് വാഗ്ദത്ത സന്തതി കൊടുത്ത് അവൻ വളർത്തി വലുതാക്കി സ്നേഹിച്ച് നല്ല രീതിയിൽ വൃത്തിപ്പെട്ട് നിന്ന സമയത്ത് അവനെ പരിശോധിക്കാൻ ആ കുഞ്ഞിനെ തന്നെ യാഗം കഴിക്കാൻ പറഞ്ഞു. നമ്മളും ദൈവസന്നിധിയിൽ വചനം കേട്ട് വിശ്വസിച്ച് കർത്താവ് ഇനി അങ്ങനെ ജീവിക്കാം, കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ഉറപ്പോടുകൂടി വിശ്വസിച്ച് പോകുന്ന സമയത്ത് തന്നെ പരിശോധകൻ വരും നമ്മൾ അതിന് വീഴിക്കാൻ. നമ്മൾ വീണു പോകുന്നവരാണോ ജയിച്ചു പോകുന്നവരാണോ നോക്കുക. അബ്രഹാമിന് ഒരു പരീക്ഷ വരെയാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ ഇതിൽ പെടുന്നോ? സോദോം രാജാവ് അബ്രഹാമിനോട്, ഓക്കെ, ആളുകളെ എനിക്ക് തരിക. അബ്രഹാമിന്റെ കൂടെയുള്ള അഭ്യാസികളെല്ലാം കൊണ്ടുവന്ന് ജയിച്ച് തിരിച്ചു വന്നപ്പോ അവൻ അതാണ് ആവശ്യം. ആ ജനത്തെ, അല്ലെങ്കിൽ ആത്മീയരായി കൂടെയുള്ള ജനത്തെ അവൻ ആവശ്യം. സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. സമ്പത്ത് എവിടെയുള്ളത്? ഈ ലോകപ്രകാരം. അബ്രഹാം എടുത്തു. അവൻ ഉണങ്ങി വരേണ്ട പ്രദേശം എടുത്തു. സമ്പത്ത് ഉള്ളത്, സമൃദ്ധി ഉള്ളത് എടുത്ത് ലോകത്ത. ജഡീകൻ എപ്പോഴും ലോകപ്രകാരമുള്ള സ്വത്ത്, സമ്പത്ത്, ഈ വക പണം അല്ലെങ്കിൽ സ്വത്ത് വകകൾ, ബന്ധങ്ങൾ, ഇതിനൊക്കെ വില കൽപ്പിക്കും. നമ്മൾ വില കൽപ്പിക്കേണ്ട എന്നുള്ളതല്ല, നമ്മൾക്ക് ഒന്നാം സ്ഥാനം വചനം, കർത്താവായിരിക്കണം. ലോകത്തിലുള്ള എന്തിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കണം. എങ്കിലേ നമുക്കുള്ളതിനെ ദൈവം നിലനിർത്തി തരുള്ളൂ. ഇല്ലെങ്കിൽ അതും പോകും. നമ്മൾ കർത്താവിന് പോകേണ്ടവരാണെങ്കിലേ പോകുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് സമൃദ്ധിയായിട്ട്, ലോകത്ത് സമൃദ്ധിയായിട്ട് പോയില്ലേ, അതുപോലെ പോകും. നോക്കൂ, അവന് കൊടുത്ത പരിശോധനയാണ്, നീ സമ്പത്ത്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക. ഏതാണ് ഈ സമ്പത്ത്? ലോകത്തിന്റെ അവിടെ കരുതിയിരുന്ന സകല സമ്പത്തും കൊള്ളയടിച്ചോണ്ട് പോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ രാജാവാണ്. എത്ര വലിയ സമ്പത്തായിരിക്കും. നമ്മളെപ്പോലെ ഒരു വ്യക്തി, ഒരു മണവാട്ടിയാണെങ്കിൽ നമുക്കും സമ്പത്തോ സ്വത്തോ പണോ ആർഭാടോ എന്തെങ്കിലും തരുമ്പോ നമ്മളിൽ നിന്ന് എന്ത് ചോദിക്കും? ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കേണ്ട സമയം ഒഴിവായി പോകും. സുവിശേഷം പറയേണ്ട സമയം ഒഴിവായി പോകും. പ്രാർത്ഥിക്കേണ്ടത്, വചനം വായിക്കേണ്ടത്, ആത്മീയമായ കാര്യങ്ങളിൽ ജാഗരിക്കാനും ഒഴുകിയിരിക്കേണ്ടുന്ന സമയത്തെ മുഴുവനും കൊള്ളയടിച്ചിട്ട് തരുന്ന സ്വത്തിനോടുകൂടി അതിൽ മാത്രം എന്റെ ശ്രദ്ധ, പിന്നെ അതിലേക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടേ പോകും. അത് വേണ്ട എന്നുള്ളതല്ല, എന്റെ ഹൃദയം പിന്നെ അവിടെയാവും. എവിടെയാണോ നിന്റെ ഹൃദയം, അവിടെ നിന്റെ നിക്ഷേപം ഉണ്ടാവും. വസ്തുവകളിലും ജപ്തിയിലല്ല, ഈ വക കാര്യങ്ങളിലാണെങ്കിൽ എന്റെ ഹൃദയം അവിടെ, നിക്ഷേപം അവിടെ. അതല്ല, ക്രിസ്തുവിലാണെങ്കിൽ, ദൈവം തന്നതിൽ നിന്ന് ജയിച്ചവനാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഓഹരി സുവിശേഷത്തിനായി നിങ്ങൾ സുവിശേഷം ചെയ്യുക, ദൈവനാമ മഹത്വത്തിനായിരിക്കും. അപ്പോൾ ഇവിടെ ആ കൊള്ളയടിച്ചു പോയിട്ടുള്ള സമ്പത്ത് ആലോചിച്ച് നോക്കണം. ഒരു രാജ്യസന്നിധി നിന്ന് അടിച്ചുകൊണ്ട് പോയ സ്വത്തുക്കൾ മുഴുവനും അബ്രഹാമിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അബ്രഹാം എന്ത് പറഞ്ഞു നോക്കുക? അതിന് അബ്രഹാം, നമ്മൾ മണവാട്ടി അങ്ങനെയാണോ നോക്കുക? അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നമ്മളാണെങ്കിലോ ചാടി വീഴും എന്തുണ്ടെങ്കിലും. അതുകൊണ്ട് സുവിശേഷം പോയാലും
അല്ലെങ്കിൽ ആ വിശ്വാസ ജീവിതം പോയാലും അനുഗ്രഹം പോയാലും ഒന്നും കുഴപ്പമില്ല. ഈ കാണുന്ന താൽക്കാലികമായി, വ്യക്തമായി പറഞ്ഞാൽ, ദൈവം കത്തിക്കാൻ വെച്ചിരിക്കുന്നതിൽ എന്റെ ഹൃദയത്തെ അർപ്പിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതിനോടൊപ്പം ദൈവം അതിനെയും കത്തിക്കും, എന്നെയും കത്തിക്കും. അതിനിടയിൽ നിന്ന് എന്റെ ഹൃദയത്തെ എടുത്തിട്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കർത്താവിനോട് കൂടെ ഇരുന്നുകൊണ്ട് ഇതിനെ ജീവിതവും എല്ലാം ആസ്വദിച്ചാൽ കർത്താവ് അതിലും ഉണ്ടാകും, എന്നിലും ഉണ്ടാകും. കർത്താവിന്റെ സന്നിധിയിൽ പോകാനും കഴിയും. ആലോചിച്ച് നോക്കൂ. ഞാൻ അപ്പൊ ലോത്ത് പറയും അത് അവന് ദോഷമാകും. അതുമാണ് ഞാൻ പറയുന്നത്. ലോത്ത് പറയുന്ന പ്രകാരമാണ് ഇവിടെ പറയുന്നത്. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ. കണ്ടോ, അത് ദോഷമാണ്. എന്ത്? ലോകപ്രകാരം അവൻ അഭിമാനിക്കും. പക്ഷെ അവന് ലഭിക്കേണ്ടത്, നമ്മുടെ ഒരു മെസ്സേജ് ഉണ്ട്, ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽട്ടർ. നമുക്ക് ലഭിക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും എല്ലാം ദൈവവചനം എന്ന ഫിൽട്ടർ മുഖാന്തരമായിരിക്കണം. ഞാനിപ്പോ ഈ ബ്രദറിനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഒരു അടി കൊടുക്കണമെന്ന് വെച്ചാൽ എന്ത് കൊടുക്കും? വാക്കിനാലോ ക്രിയയാലോ ഒരു അടി ക്രിയയാണ്. എന്ത് ചെയ്താലും യേശുക്രിസ്തു നാമത്തിൽ കൊടുക്കണം. എനിക്ക് അടിക്കാൻ പറ്റുമോ? ഇതാ ദൈവവിശ്വാസത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ എന്നോട് എന്തെങ്കിലും അസഭ്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു യേശുക്രിസ്തു നാമത്തിൽ നീ നശിച്ചു പോട്ടെ, എനിക്ക് പറയാൻ പറ്റുമോ? ആ നാമം ആദ്യം ഉപയോഗിച്ചാൽ അറിയാതെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കാര്യം അവനെ അനുഗ്രഹിച്ചാലേ ഞാൻ അനുഗ്രഹിക്കപ്പെടുള്ളൂ. അവനെ ശപിച്ചാൽ ഞാൻ ശപിക്കപ്പെടും. ഇത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. അപ്പോ അബ്രഹാമിന് എന്ത് ലഭിക്കണമെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുകയും ദൈവം അബ്രഹാമിന് മഹത്വം കൊടുക്കുകയും ചെയ്യും. എന്നാൽ നശിച്ചു പോകേണ്ട ഒരുവനാണെങ്കിലോ അവൻ പറയും അബ്രഹാമിനെ ഞാനാണ് സമ്പന്നനാക്കിയത് എന്ന് പറയുന്നത് അവന് ദോഷമായിട്ട് വരും. അതും കൂടെ മുൻ കാണുന്നവനാണ് അബ്രഹാം. അതാ പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈവർത്തി സത്യം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ആയിരിക്കണം നാം. അങ്ങനെ അല്ല എങ്കിൽ എന്ത് വിട്ടുപേക്ഷിച്ചിട്ട് കർത്താവിനോട് കൂടെ ചേർന്നിരിക്കേണ്ടി വന്നാലും ദൈവം കത്തിക്കാൻ വെച്ചിരിക്കണം. നമുക്ക് വേണ്ട, എല്ലാവർക്കും ഉപേക്ഷിക്കണം ഞാൻ പറയുന്നില്ല. നമ്മുടെ ഹൃദയം പൂർണ്ണമായും അതിലാണെങ്കിൽ അതിൽ നിന്ന് ഹൃദയത്തെ എടുത്തിട്ട് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരുന്നാൽ നമ്മുടെ ആ കാര്യത്തിൽ ദൈവവും പ്രവർത്തിക്കും. അത് നിലനിൽക്കും, ശാശ്വതമായിരിക്കും. അതിൽ നിന്ന് ദൈവനാമ മഹത്വത്തിനായും എന്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഫോൺ തന്നെ ഉണ്ടെങ്കിലും ആ ഫോൺ പാപത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ആ ഫോൺ വഴിയായി സുവിശേഷം അറിയിക്കാം പലരോടും. അത് നന്മയ്ക്കായിത്തീരും. ഓക്കെ. വീണ്ടും ദൈവം അബ്രഹാമിനെ വാഗ്ദത്തം നൽകുന്നു. ഉൽപ്പത്തി. അതിന്റെ ശേഷം ഇവിടെ നിർത്താം. നമുക്ക് ഇവിടെ നിർത്താം. 1 മണിക്കൂറോളായി. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അറിയാലോ. ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, നടത്തിപ്പുണ്ട്. ഇതാദ്യം ഞാൻ മനസ്സിലാക്കണം. മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കുഞ്ഞ് ലഭിക്കാത്തവരെ ലഭിക്കലോ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ലഭിക്കാത്തവർ ഒരുമിച്ചിരുന്ന് അനേകം കാര്യങ്ങൾ ചിന്തിക്കും. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോഴും ആ ഭാര്യ ഭർത്താക്കന്മാർ അനേകം കാര്യങ്ങൾ ചിന്തിക്കും. ലഭിച്ചു വരുന്ന അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത് എടുത്തുകൊണ്ടുവരുന്ന ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന്റെ തിരിച്ചറിവ് ബോധം, നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാവുന്ന സമയത്ത് അവൻ ആദ്യം എന്തറിയണം? എന്നെ വളർത്തി വലുതാക്കുന്ന അല്ലെങ്കിൽ എന്നെ ദത്തെടുത്ത ഈ മാതാപിതാക്കൾ എന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന ആഗ്രഹം എന്ത്? ഇത് നമ്മൾ ബൈബിൾ എഫേസിൽ തന്നെ പഠിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടത് തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവം എന്നെ വിളിച്ചെങ്കിൽ വിളിച്ച എന്റെ മേൽ ദൈവത്തിനുള്ള പദ്ധതി എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അതിനോടൊപ്പം നിൽക്കും. ഇല്ലെങ്കിൽ കാണുന്ന ഇപ്പൊ ഈ പറഞ്ഞതിനോടൊപ്പം ഞാൻ പോകും. അപ്പോ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് കണ്ടിട്ട് അബ്രഹാം കർത്താവിനോട് കൂടെ പോയി. വലിയൊരു കാര്യം പറയുന്നത്, യാഗം കഴിക്കാൻ പറഞ്ഞ കാര്യം അടുത്ത ആഴ്ച എടുക്കാം. അപ്പൊ വിളിച്ച ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് കീഴ്പ്പെട്ട് നിന്നാൽ ദൈവം വഴി നടത്തും. അതുപോലെ ഒരു കൊച്ചുകുട്ടി നമ്മൾ ദത്തെടുത്താലും വളർത്തി വലുതാക്കിയാലും എന്നത് മനസ്സിലാക്കുന്നിടത്താണ് ബ്ലസ്സിംഗ്. ഓക്കെ. അപ്പൊ അബ്രഹാം അത് മനസ്സിലായി. അപ്പോൾ തന്നെ പറയുകയാണ്, നിന്റെ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെടും, ഞാനിത് വാഗ്ദത്തമായി നൽകും. അപ്പൊ അബ്രഹാമിനെ വിളിച്ച ദൈവത്തിന്റെ ഉദ്ദേശം അബ്രഹാമിന് മനസ്സിലാക്കി
അവൻ അങ്ങനെ നിൽക്കുമെന്ന് കണ്ട് വേർപെട്ടു. അതോടുകൂടി സന്തതി പരമ്പരകൾക്കും വരുമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് വേർപെട്ട ശേഷം അതിൽ തന്നെ ഒരു സഹോദരന് ഒരു പ്രതികൂലം വന്നപ്പോൾ ഇവൻ ഇവിടെ നിന്ന് പോവുകയും ആ സ്വത്തുവകകൾ കൊണ്ടുപോയി കൊള്ളയടിച്ചതെല്ലാം മുതൽ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ആത്മീയതയ്ക്ക് വേണ്ടി നീ ചെലവിടുന്ന സമയമുണ്ടല്ല, അത് എനിക്ക് താ, നീ സ്വത്തൊക്കെ എടുത്തോ, കൂടെ നീ കുറെ അധ്വാനിക്കുന്നുണ്ടല്ല, ഈ സ്വത്ത് കൊണ്ട് നീ ജീവിച്ചോ. നമ്മളെന്ത് പറയും? കുരുത്തിൽ എന്ത് പറയുന്നുണ്ട്? ഇന്ന് യൂറോപ്യൻ കൺട്രീസ് ഇത്രയും സമ്പൽ സമൃദ്ധിയാകാനുള്ള കാരണം പഴയ കാലത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മഹാദാരിദ്ര്യത്തിലും കഷ്ടത എന്ന കഠിന ശോധനയിലും സന്തോഷ സമൃദ്ധിയോടെ അവർ ദൈവത്തിന് കൊടുത്തു. നോക്കൂ, ദൈവത്തിന് കൊടുക്കുന്നതിന് കണക്ക് വെക്കരുത്, എഴുതി. അത് ബൈബിൾ പറയുന്നത്, നീ വിത്ത് വിതച്ചുവെങ്കിൽ അതിനെ ചാകാൻ അനുവദിക്കാം, ചത്താൽ ഏറെ ഫലമുണ്ടാകും. അത് അങ്ങനെ തന്നെ എന്നും പിഴുതു നോക്കുന്നു വേറെങ്ങാനെന്ന് പറഞ്ഞാൽ അത് ഫലമുണ്ടാവില്ല. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ, ഞാൻ ഇപ്പൊ സൂക്ഷിച്ച് അറിയിക്കാൻ പോകാനോ ക്രിസ്ത്യ ജീവിതം ജീവിക്കുന്നതിനോ വചനം വായിക്കുന്നതിനോ പാടുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്ത് ആത്മീയമായ കാര്യത്തിന്റെ സമയം കവർന്നെടുക്കുന്നതിന് ആദ്യമേ പിശാചിനെ കൊണ്ടുവച്ചു തരും. എന്നിട്ട് നമ്മളെന്ത് വരികയും എല്ലാം ദൈവത്താൽ ദൈവത്താൽ ദൈവത്താൽ. അത് ദൈവത്തിന് ഉപയോഗപ്പെടുകയില്ല, നമുക്ക് ഉപയോഗപ്പെടുകയില്ല. അങ്ങനെ നാശത്തിന് പോകുന്നെന്ന് വിചാരിച്ചോളാം, ഇതിന്റെ പിന്നിൽ ദൈവമില്ല. അതിനെ പൂർണ്ണമായും വിടണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയം അതിൽ നിന്നെടുത്ത് കർത്താവിന് കൊടുക്കുക, അത് അനുഗ്രഹിക്കപ്പെടും, ദൈവം നല്ല നിർദ്ദേശിക്കും. എന്നിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുക. ഇവിടെ അബ്രഹാം അതാണ് പറയുന്നത്, നീ എന്നെ സമ്പന്നനാക്കി എന്നും നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ ഒന്നും ഒരു ചെരുപ്പിന്റെ വാറ് ഉപയോഗശൂന്യമായതാ, ഒരു ചരടാകട്ടെ എടുക്കുന്നില്ല. നമ്മളാണെങ്കിലോ? അപ്പൊ ദൈവം ആദ്യം അബ്രഹാമിനെ വിളിച്ച്, ബൈബിളിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്തം നൽകുമ്പോൾ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നു. ആ ബന്ധത്തിൽ വന്ന് അതുപോലെ നിൽക്കുന്നവൻ മാത്രമേ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായ നമ്മൾക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ വരികയില്ല. ഓക്കെ, ഇവിടെ ഞാൻ നിർത്തുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ വചനപ്രകാരമല്ല നമ്മുടെ ജീവിതമെങ്കിൽ കർത്താവിനോട് ക്ഷമ ചോദിക്കുക. ബ്ലെസ്സിങ് കണ്ടിരിക്കും. കാര്യം, വിളിച്ചവൻ കണ്ണു നടത്തുക, വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ പാപമോചന സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പുരോഹിതൻ, എന്റെ സഭയിൽ ആയിരക്കണക്കിന് 20,000 അല്ലെങ്കിൽ 40,000 ലക്ഷക്കണക്കിന് ലോകത്താകമാനം എന്റെ സഭ എന്റെ ജനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെ വിട്ടുകളയുക. അവർ പാപമോചന സ്നാനത്തിന് കർത്താവായ യേശുക്രിസ്തു നാമം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞിരിക്കെ, അപ്പോസ്തലന്മാരുടെ ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അകത്തിരുന്ന യേശുക്രിസ്തുവിനെ കാണാതെ ശരീരത്തിൽ വന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ നാമമില്ല. യേശു പറഞ്ഞത് നാമത്തിൽ സ്നാനപ്പെടുവാനാണ്. സ്നാനപ്പെട്ട ഏതെങ്കിലും സഭയിൽ പോയിരുന്നിട്ടും കാര്യമില്ല. ഈ കാലത്ത് ദൈവം ഒരുവനിലൂടെ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല ദൈവിക വെളിപ്പാടുകൾ തുറന്നു കഴിഞ്ഞു, മുദ്ര തുറന്നു കഴിഞ്ഞു. മണവാട്ടി അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളെയും ദൈവം മുദ്ര തുറന്നു. ഇനി മുദ്ര പൊട്ടിക്കുമ്പോൾ മഹോദരകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, അതല്ല, രഹസ്യങ്ങൾ മുഴുവനും തുറന്നു കഴിഞ്ഞു. കരുണയുള്ള കർത്താവേ, അതുപോലെ ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങളും ഉദ്ദേശങ്ങളും നമ്മെ ഒരു കുഞ്ഞിനെ ഒരു ദത്തെടുക്കുമ്പോൾ ആ കുഞ്ഞ് അപ്പനും അമ്മയും ഡിപ്പൻഡായി അവരുടെ ഉദ്ദേശം, സ്നേഹം, അവരെ വഴി നടത്തുന്ന രീതി എല്ലാം മനസ്സിലാക്കി അവരോടുകൂടെ പറ്റി നിൽക്കുവാനും വിശ്വാസി അതുപോലെ കർത്താവിനോടുകൂടെ അല്പം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പഴി ദുഷി നിന്ന പരിഹാസം ഞെരുക്കം എന്തൊക്കെ ഉണ്ടായാലും വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവനെന്ന് കണ്ടാൽ എന്നെ കുറിച്ചൊരു പൂർണ്ണതയുള്ള കാഴ്ച ദൈവത്തിനുണ്ട്. ആ കാഴ്ച എന്നെ ഒന്ന് കാണിച്ചു തരണം കർത്താവേ. അതാ വചനം പറയുന്നത്, തന്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാഴ്ച കണ്ടെങ്കിൽ കെരീതോട്ടിലിരുന്ന് ഏലിയാവ് നിലവിളിക്കാത്തതുപോലെ ഈ ലോകത്തിലുള്ള ഒന്നിനെ കുറിച്ച് ഇപ്പോൾ കൊന്നുകളയുമെന്ന് പറഞ്ഞിരുന്നാലും നിലവിളിക്കാനുണ്ടാ. കാരണം എന്താ? ആ സമയത്ത് ഇന്നൊരു മെസ്സേജ് കേട്ടോ, അങ്ങനെ മരിക്കുന്ന സമയത്തും ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും. എങ്ങനെ തന്നെ കൊല്ലപ്പെട്ടാലും മരിച്ചു പോയിരുന്നാലും ആ സമയത്ത് പരിശുദ്ധാത്മാവിലാകണം. അതിന് ഒറ്റ വഴിയുള്ള കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ചെയ്യാത്ത ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് മുദ്രയിടുകയില്ല. ബൈബിളാണ് ഉറപ്പ്. അപ്പൊ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അബ്രഹാമിന് പരിശോധന ഉണ്ടായതുപോലെ നമ്മുടെ മുമ്പിൽ പരിശോധന വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? എന്തിനോടൊപ്പം നിൽക്കുന്നു? നോക്കൂ, അത് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും വാഗ്ദത്തം കൊടുക്കുന്നു. അവന്റെ അടുക്കിലേക്ക് വരുന്നു, ഒരു സന്തതിയെ കൊടുക്കുന്നു. തുറന്നുള്ള ഭാഗങ്ങളെല്ലാം ക്രമമായി നോട്ടായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ട് ഒരു ജീവിതം, അബ്രഹാമിന്റെ അനുഗ്രഹം, അവൻ വിശ്വാസികൾക്ക് പിതാവാകണമെങ്കിൽ അവൻ ചെയ്തതുപോലത്തെ വിശ്വാസം ഫോളോ ചെയ്യുക. ദൈവം നമ്മെ അവന്റെ മക്കളായി കണക്കെടുത്തോളും.
കരുണയുള്ള കർത്താവേ, തിരുവചനത്തിൽ നിന്ന് പലപ്പോഴും തെറ്റിപ്പോകുന്ന കർത്താവേ, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർക്ക് വചനം പറയുന്നു. വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമായി വിശ്വാസം സംബന്ധിച്ച് മാത്രമാണ് വേർപെട്ടിരിക്കേണ്ടത്. അല്ലാതെ അവർക്കൊരു ദോഷം വന്നപ്പോൾ പോയി സഹകരിച്ചു, നന്മ വന്നപ്പോഴും സഹകരിക്കാം. നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ ഇല്ലാത്തവർ വിശ്വാസം സംബന്ധിച്ചാണ് കൊള്ളരുതാത്തത്, അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. കാരണമുള്ള കർത്താവെ, അപ്പോഴും ക്രിസ്തയേശുവിനോട് കൂടെ ചേർന്നിരിക്കുന്ന പണം, അല്ലെങ്കിൽ സ്വത്ത് വകകളോ, അല്ലെങ്കിൽ ആരോഗ്യമോ, സമ്പൽ സമൃദ്ധ ലോകപ്രകാരമുള്ള ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ വന്ന് മാടി വിളിച്ചാലും ഈ ക്രിസ്തുവിനെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞാണോ ഞാൻ നിൽക്കുന്നത്? അതോ അതിനോടൊപ്പം നിന്നിട്ട് ആ ദൈവം വെറുക്കുന്നതിന് അത് ഞാനും പകയ്ക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. അങ്ങനെയുള്ളവരെയൊക്കെ ദൈവം കൊന്നുകളഞ്ഞു. ഈ കാലവും നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. കരുണയുള്ള കർത്താവേ, ദൈവവചന പ്രകാരം ജീവിക്കാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാന്മാർ. കർത്താവ് യേശുവെ, ഹൃദയം മുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. കരുണയോടെ ദൈവയോടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ആത്മാവിന്റെ ഫലങ്ങൾക്കായി ശേഖരിപ്പാൻ വരുമ്പോൾ എടുക്കപ്പെടുവാൻ അങ്ങ് നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ.